വടകരയിലെ ചൊവ്വാഴ്ച ചന്ത ഞായറാഴ്ച ചന്തയായി കോട്ടപ്പറമ്പിൽ വിപുലീകരിച്ച് പ്രവർത്തനം തുടങ്ങുമെന്ന് കോട്ടപ്പറമ്പ് സംരക്ഷണ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഷ്ടപ്പെട്ട ചൊവ്വാഴ്ച ചന്തയുടെ പ്രതാപം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞായറാഴ്ച ചന്തയായി തുടങ്ങുന്നത്. 15 മുതൽ വിപുലീകരിച്ച ചന്ത കോട്ടപ്പറമ്പിൽ നടക്കും. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിലക്കുറവിൽ ചന്തയിൽ ലഭ്യമാക്കും. കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ വിൽക്കാൻ കഴിയുന്ന ഇടം കൂടിയായിരിക്കും ഇത്. കോട്ടപ്പറമ്പ് സൺഡേ മാർക്കറ്റിന്റെ വിപുലീകരണത്തിനായി വിവിധ സംഘടനകളുടെ യോഗം ചേർന്ന് ജനകീയ കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. വിപുലീകരണത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഞായറാഴ്ച ഉണ്ടാക്കും. സൺഡേ മാർക്കറ്റ് 2025 നവംബർ മാസം കടത്തനാട് സൊസൈറ്റിക്ക് സൺഡേ മാർക്കറ്റ് നടത്താൻ വേണ്ടി അന്നത്തെ കൗൺസിൽ, അതിൻ്റെ പ്രസിഡന്റ് ഇതിനാണ് KP പത്മനാഭൻ, അദ്ദേഹത്തിന് അനുമതി നൽകുകയാണ്. പക്ഷേ കാലോചിതമായിട്ട് അന്ന് ഒരു ചെറിയൊരു സ്റ്റാള് വെച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു. നമ്മുടെ അന്നത്തെ വൈസ് ചെയർമാനായ സതീശൻ മാഷ് ഉദ്ഘാടനം ചെയ്തു. അത് പോരാത്തത് കൊണ്ട് അതിന് ശേഷമാണ് ക്യൂൻസ് റോഡിൽ മറ്റൊരു സാമൂഹിക സംഘടനകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സൺഡേ മാർക്കറ്റ് ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കോട്ടപ്പറമ്പിൽ യാതൊരു രീതിയിലുള്ള വികസന പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു കച്ചവട മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പ്രദേശത്തുള്ള എല്ലാ കച്ചവടക്കാരെയും തൊഴിലാളി സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു ചർച്ച നടത്തി അതിൻ്റെ ഭാഗമായി ഒരു ജനകീയ സമിതിക്ക് രൂപം നൽകി. അതിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പൽ ചെയർമാനായിട്ട് പുതിയ ചെയർമാനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ നേരത്തെ ഉദ്ഘാടനം ചെയ്തതുകൊണ്ട് ഒന്നായി ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ട് നല്ല കച്ചവടക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി 15-ാം തീയതി ഒരുവിധം മേഖലയിലുള്ള എല്ലാ പഴയകാല ചൊവ്വാഴ്ച ചന്തയിലുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും ഇവിടെ എത്തിച്ചുകൊണ്ട് വിൽപ്പന നടത്താനുള്ള ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്നത്തെ ദിവസം ഒരു കലാപരിപാടിയും കോട്ടപ്പറമ്പിൽ വെച്ച് നടത്തുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ KN അമീർ, PM മണി, KP പത്മകുമാർ, K പ്രകാശൻ, KP പ്രസാദ്, PT നിതീഷ് എന്നിവർ പങ്കെടുത്തു.